ശ്രീ കെ.എം. ഷാജഹാൻ, ഇവിടെ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. ചോദ്യം ചെയ്യൽ നടത്തുന്നവരെയൊക്കെ അവർക്കെതിരെയൊക്കെ കേസെടുക്കും. എന്തായാലും വയനാട് ദുരന്തത്തിൽ കേരളം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്ത ഈ സർക്കാരിൻ്റെ ധൂർത്ത് അനുസ്യൂതം തുടരുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് ഈ സർക്കാർ ഉത്തരവ് മാറിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാഴ്ചപ്പാടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു. അതായത് 2000 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററാണ് വയനാടിൻ്റെ വിസ്തൃതി. ആ വയനാടിന് 2100 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ 2020 വന്ന ഒരു ശാസ്ത്രീയ പഠനമനുസരിച്ച് ഏതാണ്ട് 446 ചതുരശ്ര കിലോമീറ്ററും തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നാണ് ആ പഠനം പുറത്തുകൊണ്ടിരുന്നത്. അതായത് വയനാടിൻ്റെ മൊത്തം വിസ്തൃതിയിൽ 21% സ്ഥലവും തീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഞാനിന്ന് പരിശോധിക്കുകയായിരുന്നു. ഇപ്പം വയനാട്ടിലുണ്ടായിട്ടുള്ള സംഭവം എന്താ യഥാർത്ഥത്തിൽ? വയനാട്ടിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് തീവ്രമായ മഴ കൊണ്ട് അവിടെ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ കുറേ ആളുകൾ മരിച്ചു എന്നുള്ളതല്ല. ഇപ്പോൾ ചർച്ച മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ്. അതിതീവ്ര മഴ പെയ്തപ്പോഴത്തേക്കും അവിടെ ഉരുൾപൊട്ടലുണ്ടായി, കുറേ ആളുകൾ മരിച്ചു എന്നുള്ളത്. അതല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ അതിതീവ്ര മഴ പെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിതീവ്ര മഴ പെയ്ത സമയത്തും മനുഷ്യൻ്റെ ഭൂമിയിലുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ആ അതിതീവ്ര മഴയുടെ പ്രത്യാഘാതം ഇത്ര അതീവ ഗുരുതരമായതും ഇത്രയധികം ആളുകൾ മരിച്ചതും എന്നുള്ളത് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം, അവിടുത്തെ വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തിക്കുന്ന പാറമടകൾ, അവിടെ വിവേചനരഹിതമായി നടന്നിട്ടുള്ള റോഡ് നിർമ്മാണം, ഇതിൻ്റെയൊക്കെ ഭാഗമായി ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ മാറ്റത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 7-8 ദിവസം ആയിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 മഹാപ്രളയത്തിൽ കേരളത്തിൽ ഒട്ടാകെയാണ് 400 ചില്ലാനം ആളുകൾ മരിച്ചതെങ്കിൽ ഇന്ന് വയനാട്ടിലെ 1-2 പഞ്ചായത്തുകളിൽ മാത്രം 400 ചില്ലാനം ആളുകൾ മരിച്ചിരിക്കുന്നു. 130 ചില്ലാനം ആളുകളെ കാണാനുമില്ലാത്ത ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ പറഞ്ഞതുപോലെ വിവേചനരഹിതമായിട്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഈ ഇത്രയും അതിതീവ്ര മഴയുണ്ടായപ്പോഴത്തേക്കും ഈ മരണസംഖ്യ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു 100 ഇരട്ടി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അവിടുത്തെ ദുരന്തത്തിൻ്റെ കഥകൾ, അവിടുത്തെ ദുരിതത്തിൻ്റെ കഥകൾ, അവിടുത്തെ ജനങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ കഥകൾ കഴിഞ്ഞ 7-8 ദിവസമായി കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ മോതിര വിരൽ മാത്രം ഉള്ള ഇത് കണ്ടിട്ട് ഒരു കൈയും കണ്ടിട്ട് ആ കൈയുടെ നോക്കി പൊട്ടിക്കരയുന്ന മനുഷ്യർ മുതൽ നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അത്ര വിങ്ങലിലും ആശങ്കയിലും മനോവ്യഥയിലുമാണ് നമ്മൾ കേരളത്തിലുള്ളവർ കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന സമയത്ത്, അങ്ങനെ അത്രയും വലിയ മനോവ്യഥയിൽ കഴിയുന്ന സമയത്ത് ഒരു ഭരണകൂടത്തിന് ഈ പറഞ്ഞ പോലെ ക്ഷണക്കത്തടിക്കാൻ 7 കോടി രൂപ അനുവദിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ സെൻസ് ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ മരിച്ചിരിക്കുന്നു, ഇത്രയേറെ മനോവ്യഥയിൽ ജനങ്ങൾ ഇവിടെ കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ യാതൊരു ഗുണവും ഉണ്ടാകാത്ത ഒരു പരിപാടിക്ക് ക്ഷണക്കത്തടിക്കാൻ 7 കോടി രൂപ അനുവദിച്ചാൽ അതുണ്ടാക്കുന്ന വിമർശനം, ഭരണകൂടത്തിനെതിരായിട്ടുണ്ടാക്കുന്ന വിമർശനം, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിഷേധം അതെത്ര വലുതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ യുക്തിയുള്ള ഒരു ഭരണകൂടത്തിന് കഴിയും.
സാമാന്യ യുക്തിയുള്ള. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, 7 കോടി രൂപ ക്ഷണക്കത്തടിക്കാൻ. ഈ ക്ഷണക്കത്തടിക്കുന്ന എന്താ വല്ല സ്വർണ്ണ പ്ലേറ്റിലാണോ പിന്നെ ക്ഷണക്കത്തടിക്കുന്നത്? അല്ലെങ്കിൽ ഇതെന്താ ഒരു അംബാനിയുടെ ക്ഷണക്കത്ത് സംബന്ധിച്ച് ഇന്നൊരു റീല് കണ്ടിരുന്നു. ഇതെന്താ അംബാനിയുടെ വല്ല പരിപാടി വല്ലതാണോ? ഇത് സാധാരണ പേപ്പറിലടിക്കുന്ന ക്ഷണക്കത്തല്ലേ ഈ ക്ഷണക്കത്ത്. അതിന് ഈ 7 കോടി രൂപയുടെ യുക്തി എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. 10 കോടിയാണ്, 3 കോടി നേരത്തെ അനുവദിച്ചു. അതെ. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞത്, ഇത്രയും വലിയൊരു ദുരന്തം കേരളം കണ്ടിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ളൊരു ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 7 കോടി അല്ലെങ്കിൽ 10 കോടി രൂപ മുടക്കി ക്ഷണക്കത്തടിച്ചതിൻ്റെ ക്ഷണക്കത്തടിക്കുകയും അതിൻ്റെ പണം ഈ ആളുകൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അനുവദിക്കുകയും ചെയ്യുന്നത് സാധാരണ യുക്തിയുള്ള ഒരു ഭരണകൂടം ചെയ്യുന്നതല്ല. പക്ഷേ കേരളത്തിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നമ്മൾ കോമൺ സെൻസ് ഇവിടുത്തെ സ്റ്റേറ്റിലുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഇല്ല എന്ന ആളുകൾ പറയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇതുണ്ടായതിൽ നിന്നും എനിക്ക് യാതൊരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു തന്നത്, ഇപ്പോൾ ദുരിതാശ്വാസത്തെക്കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധി, ഞാൻ ദുരിതാശ്വാസ നിധിയുടെ ആദ്യത്തെ 5 ദിവസത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ചു. 70 കോടി രൂപയാണ് കിട്ടിയതായിട്ടാണ് പത്രത്തിൽ വന്ന കണക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ 51% നൽകിയിട്ടുള്ളത് 5-6 കോടീശ്വരന്മാരാണ്. 5 കോടി രൂപ യൂസുഫ് അലി നൽകിയിരിക്കുന്നു, 5 കോടി രൂപ രവിപിള്ള നൽകിയിരിക്കുന്നു, 5 കോടി രൂപ അദാനി നൽകിയിരിക്കുന്നു, 5 കോടി രൂപ PCN മേനോൻ നൽകിയിരിക്കുന്നു. അപ്പോൾ 70 കോടി രൂപയിൽ 20 കോടി രൂപയായി. ഇതാരാ നൽകിയിരിക്കുന്നത്? ഇത് ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരാണ്. അവർക്കെതിരെ എല്ലാം പരിസ്ഥിതി ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങളുള്ളതാണ്. ലുലുവിനെതിരെ ആരോപണങ്ങളുള്ളതാണ്, രവി പിള്ളയ്ക്കെതിരെ ആരോപണങ്ങളുള്ളതാണ്, PCN മേനോനെതിരെ ആരോപണങ്ങളുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതി ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ശതകോടീശ്വരന്മാരാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത്. പിന്നെ ഒരു 10 കോടി രൂപ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 5 കോടി രൂപ കൊടുത്തിരിക്കുന്നത് സ്റ്റാലിനാണ്. വേറൊരു 5 കോടി രൂപ കൊടുത്തിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയാണ്. അതിനകത്ത് ഞാൻ മഷിയിട്ട് നോക്കിയിട്ട് സാധാരണക്കാരെ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ. എന്നിട്ട് ആ ദുരിതാശ്വാസ നിധി സുതാര്യമായിട്ടല്ല ചെലവഴിക്കുന്നത് എന്ന് പറയുന്നവർക്കെതിരെ കേസെടുക്കാനാണ് ഈ ഗവൺമെന്റിന് താല്പര്യം. അതെ, വിമർശിക്കാൻ പാടില്ല, ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്താൽ ഉടൻ നടപടി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്.